ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 249 തുടങ്ങി 252 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷം വന്ന ഒരു പ്രവാചകൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. അപ്പം അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പേരുകൾ, ഒന്ന് യൂഷ ഇബ്നു നൂൻ അല്ലെങ്കിൽ യേശുവ പ്രവാചകൻ. ആ പ്രവാചകൻ്റെ കാലത്താണ് ഫലസ്തീനിലോട്ട് ഇസ്രായേലിൽ പ്രവേശിച്ചത്. പിന്നെ ഒരാൾ ഷംവീൽ അല്ലെങ്കിൽ ഷമുവേൽ അല്ലെങ്കിൽ സാമുവേൽ എന്നൊക്കെ പറയണ ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ്റെ കാലത്ത് നടന്ന സംഭവത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവരൊരു രാജാവിനെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞു അല്ലേ, യുദ്ധം ചെയ്യാനായിട്ട്. അങ്ങനെ ത്വാലൂത്തിനെ അള്ളാഹു രാജാവായി നിശ്ചയിച്ചു. അതിനുള്ള തെളിവൊക്കെ അള്ളാഹു പറഞ്ഞു. എന്തായിരുന്നു തെളിവ് പറഞ്ഞത്? അവർക്ക് ത്വാലൂത്തിനെ രാജാവാക്കാൻ പറഞ്ഞപ്പോൾ ഇഷ്ടമായിരുന്നില്ല അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അള്ളാഹു ആണ് ഈ ഇദ്ദേഹത്തെ ത്വാലൂത്തിനെ രാജാവായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനായിട്ടുള്ളൊരു തെളിവ് പറഞ്ഞത് ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പെട്ടകം തിരിച്ചു കിട്ടലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെട്ടകം എങ്ങനെ തിരിച്ചു കിട്ടി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പേജിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ഒരു പേജിലും വരുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിയർക്ക് എന്താണ്, യുദ്ധം ചെയ്യാൻ ഒട്ടും മനസ്സുകൊണ്ട് താല്പര്യമില്ല അല്ലേ. അവർ അധികാരമോഹം കൊണ്ടാണ് ഈ പ്രവാചകനോട് ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ എന്തായി, ഇവരെ മേലെ യുദ്ധം നിയമമാക്കി അള്ളാഹു. യുദ്ധം നിയമമാക്കിയോടുകൂടി ആവേശ കമ്മിറ്റിക്കാരൊക്കെ പോയി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അല്ലേ. അങ്ങനെ ഇവർക്ക് അള്ളാഹു തെളിവ് നൽകി. ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പെട്ടകം കിട്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി ഇവർക്ക് തിരിച്ചൊന്നും ഈ പ്രവാചകനോട് പറയാൻ നിവൃത്തിയില്ലാണ്ടായി. അങ്ങനെ ത്വാലൂത്തിനെ രാജാവായിട്ട് ഇവർ മനസ്സോടെ സ്വീകരിച്ച് യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ ഈ ത്വാലൂത്ത് എന്നുള്ള രാജാവിനും അറിയാം, പ്രവാചകനും അറിയാം. കാരണം ഇതിൽ ആത്മാർത്ഥമായി ജെനുവിനായിട്ട് വരണത് വളരെ കുറച്ച് ആളുകളുള്ളൂ. ഇവർ 80,000 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയണേ. ഇതിലപ്പോൾ എത്ര പേരാണ് ആത്മാർത്ഥമായിട്ട് യുദ്ധത്തിന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മനക്കരുത്തുള്ള എത്ര പേരുണ്ടെന്ന് അറിയാനായിട്ടൊരു പരീക്ഷണം അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞത് മുഖേന ഈ ത്വാലൂത്ത് രാജാവ് ഇവരോട് പറയുകയാണ്, എന്താണ്, ഇവർ യുദ്ധത്തിന് പോവാണ്. യുദ്ധത്തിന് പോകുമ്പോൾ ജോർദാൻ നദി മുറിച്ച് കടന്നിട്ട് വേണം ഇവർക്ക് പോവാൻ. ഇവർ താമസിക്കുന്ന സ്ഥലത്തു കൂടെ ഒഴുകുന്ന ഒരു പ്രസിദ്ധമായ നദിയാണ് ജോർദാൻ നദി. അപ്പം അത് മുറിച്ച് കടക്കണം. അപ്പോൾ പറഞ്ഞു, ഇത് മുറിച്ച് കടക്കുമ്പോൾ ഈ സൈന്യത്തിലുള്ള ഒരാളും ഇതിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. ഇത് പറയണ സമയത്ത് അവിടെ വളരെ ഉഷ്ണവും ദാഹവും ഒക്കെ ഉള്ള കടുത്ത ചൂടുള്ളൊരു സമയത്താണ് ഇവരിത് കടന്ന് ഈ ജോർദാൻ നദി കടന്നു പോണത്. അതാണല്ലോ പരീക്ഷണം അല്ലേ. അപ്പോൾ നല്ല ദാഹിച്ച് ഇരിക്കണ ഒരു സമയമാണ്. ഈ സൈന്യത്തിനുള്ള എല്ലാവരും ഇത് ജോർദാൻ നദി മുറിച്ച് കടക്കുകയാണ്. പറഞ്ഞു, ആരും ഇതിൽ നിന്ന് വെള്ളം കുടിക്കണ്ട, വെള്ളം കുടിക്കണവരാരും സൈന്യത്തിൽ വരണ്ടെന്ന് പറഞ്ഞു. ഇനി അത്രയ്ക്ക് ദാഹം ഉണ്ടെങ്കിൽ ഒരു കുമ്പിള്, ഒരു കൈ കൊണ്ട് കോരിയാൽ എത്ര വെള്ളം കിട്ടും? 2 കൈയുമില്ല, ഒരു കൈ കൊണ്ട് കോരിയാൽ കിട്ടണ വെള്ളം അത് നിങ്ങൾ കുടിച്ചോ. മാക്സിമം അത്രേ കുടിക്കാൻ പറ്റുള്ളൂ, കുടിക്കാണ്ടിരിക്കണതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി എന്നാണ് പറയണത്. അപ്പോൾ അതാണ് പരീക്ഷണം. അപ്പോൾ അതിൽ കുറച്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും കുടിക്കുകയാണ് ചെയ്തത്. ആ ആയത്താണ് അടുത്തത് വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف عرفة بيده. അങ്ങനെയാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. അപ്പം അതിൽ ഫലമ്മ ഫസ്വല, അങ്ങനെ അവർ വേർപെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ, ത്വാലൂത്ത് ബിൽ ജുനൂദി, താലൂത്ത് സൈന്യത്തെയും കൊണ്ട് അങ്ങനെ വിട്ടു പോകുമ്പോൾ, ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു മുബ്തലീക്കും, ഇബ്തല എന്ന് വെച്ചാൽ പരീക്ഷിക്കുക എന്നാണ്. അപ്പം മുബ്തലീക്കും നിങ്ങളെ പരീക്ഷിക്കുന്നവനാണ്, ബിനഹരിൻ ഒരു പുഴ കൊണ്ടാണ് നിങ്ങളെ പരീക്ഷിക്കണേന്ന് പറഞ്ഞു.
അപ്പം എന്താണ് പരീക്ഷണം എന്നാണ് ഇനി പറഞ്ഞത്. ഫമൻ ഷരിബ, മൻ എന്ന് വെച്ചാൽ ആര്, എന്നാൽ ആരെങ്കിലും ഷരിബ കുടിച്ചു, ആരെങ്കിലും കുടിച്ചാൽ, മിൻഹു അതിൽ നിന്നും, അതായത് ഈ പുഴയിൽ നിന്നും വെള്ളം കുടിച്ചാൽ, ഫലൈസ മിന്നി എന്നാൽ അവൻ എന്നിൽ പെട്ടവനല്ല. അതായത് അങ്ങനെയാണെങ്കിൽ അവർ എൻ്റെ കൂടെ വരണ്ട, യുദ്ധത്തിന് വരണ്ട. മല്ലം യത്ത് അംഹു അതിനെ രുചിച്ചു നോക്കിയില്ല, അതായത് ആര് അതിൽ നിന്ന് വെള്ളം കുടിച്ചില്ല, ഫ ഇന്നഹു മിന്നി അവരാണ് എൻ്റെ കൂടെ ഉള്ളവർ, എൻ്റെ കൂട്ടത്തിൽ പെട്ടവർ അവരാണെന്ന് പറഞ്ഞു. ഇല്ല മനി തറഫ ഒരു കോരൽ ഒരു കൈ കൊണ്ട് എടുക്കണം. തറഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുക്കിയെടുക്കുക ഒരു കൈ കൊണ്ട്, അത് ഉറുഫ തന്നെയാണ് ഒരു കോരൽ. അങ്ങനെ ഒരു കൈ കൊണ്ട് എടുക്കണ വെള്ളമല്ലാണ്ട് ഇതിൽ നിന്നും കുടിച്ചവർ എന്നിൽ പെട്ടവനല്ല. തീരെ കുടിക്കാത്തവരോ അല്ലെങ്കിൽ ഒരു കോരൽ വെള്ളം കുടിച്ചവനോ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്, എന്നിൽ പെട്ടവൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടവൻ എന്നാണ് പറഞ്ഞത്. ഫഷരിബു എന്നിട്ട് അവർ കുടിച്ചു, മിൻഹു അതിൽ നിന്നും, ഇല്ല കലീലം മിൻഹും അവരിൽ നിന്നും കുറച്ചു പേരൊഴിച്ച് ബാക്കി എല്ലാവരും കുടിച്ചു എന്ന്. അപ്പം നമ്മൾ പറഞ്ഞു 80,000 ആളുകളായിരുന്നു ഇവരുണ്ടായിരുന്നതെന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ നദി മുറിച്ച് കടന്നപ്പോഴത്തേനും ഈ 80,000-ൽ നിന്നും 313 ആളുകൾ, നമ്മൾ ബദറിൽ പങ്കെടുത്ത ശുഹദാക്കളുടെ ബദരീങ്ങളുടെ എണ്ണം അല്ലേ, 313 ആളുകളെ പിന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാവരും കുടിച്ചു. അത്ര ചൂടുള്ളൊരു സമയമായിരുന്നു. അപ്പം എല്ലാവരും അങ്ങനെ കുടിച്ചു. അങ്ങനെ അവർ ഈ ജോർദാൻ നദി കടന്ന് പോവാണ്. ഈ ത്വാലൂത്ത് രാജാവും ഈ വെള്ളം കുടിക്കാണ്ട് കൂടെ വന്ന 313 ആളുകളും കൂടി മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇവർ യുദ്ധത്തിന് പോണ ആരായിട്ടാണ്? അമാലിക്കകളുമായിട്ടാണല്ലേ. അവരിവരെ എപ്പോഴും ഉപദ്രവിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അമാലിക്കകളുടെ രാജാവാണ് ജാലൂത്ത്. രാജാവാണെന്നൊരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ നായകനാണെന്നുണ്ട്. ആ അപ്പുറത്തുള്ള നമ്മുടെ ശത്രു സൈന്യത്തിൻ്റെ മെയിൻ ആളാണ് ഈ ജാലൂത്ത്. അപ്പോൾ ഈ ജാലൂത്തിനെ നേരിടാനാണ് ഇവർ പോണത്. ഈ ജാലൂത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു മനുഷ്യനാണ്. ഇവരെ ജാലൂത്തിനെയും സൈന്യത്തെയും, അവരുടെ സൈന്യം ഭയങ്കര വലിയ സൈന്യവുമാണ്. ഇവർ എത്ര പേരുണ്ട്? പ്രവാചകനും ആകെ 313 ആളുകളേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവർ നടന്ന് ക്ഷീണിച്ചൊക്കെയാണ് ഈ ചെല്ലുന്നത്. അങ്ങനെ ഇവരെ കണ്ട വഴിക്ക് ഈ കൂടെ ഉണ്ടായിരുന്ന ഈ 313 പേരിൽ കുറച്ച് പേര് പറഞ്ഞു, ഇന്നത്തെ ദിവസം ഇവരോട് യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിവില്ല, കാരണം ഇവർ ക്ഷീണിച്ചിരിക്കുകയാണ്, ഇത്ര വലിയ സൈന്യമാണ് നേരിടേണ്ടത്, ജാലൂത്തിനെ കാണുമ്പോൾ തന്നെ പേടിയാവും. അങ്ങനെ ഒരാളുടെ അടുത്താണ് പോണത്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇന്നത്തെ ദിവസം ഇനി നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഉള്ള കുറച്ച് ആളുകൾ പറഞ്ഞു, എത്ര ചെറിയ സംഘങ്ങളെ വലിയ സംഘങ്ങളെക്കെതിരെ അള്ളാഹു ജയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അതാണ് അടുത്ത ഭാഗം കേട്ടോ. അപ്പം ഫലമ്മ ജാവസഹു അങ്ങനെ അവർ അതിനെ വിട്ട് കടന്നപ്പോൾ, ഈ പുഴയെ വിട്ട് കടന്നപ്പോൾ, ഹുവ വല്ലദീന ആമനു മഅഹു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും ഈ പുഴ കടന്ന് മുന്നോട്ട് പോയപ്പോൾ, ഖാലു അവർ പറഞ്ഞു, ലാ ത്വാഖത ലനൽ യൗം ഇന്നത്തെ ദിവസം നമുക്ക് പറ്റൂല, കഴിവില്ല. ത്വാഖത്ത് ചെന്നാൽ കഴിവില്ല. അല്യൗമ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കഴിവില്ല. ജാലൂത്തിനോടും വജുനൂദി അവൻ്റെ പട്ടാളങ്ങളോടും അല്ലെങ്കിൽ സൈന്യത്തോടും നേരിടാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് കഴിവില്ല എന്നവർ പറഞ്ഞു. ഖാലല്ലദീന യളുന്നൂന അന്നഹും അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ച നല്ല ആളുകളാണ് ഇവരോട് അടുത്ത മറുപടി പറയുന്നത് കേട്ടോ. ഖാല അവർ പറഞ്ഞു, ആരാണ് പറഞ്ഞത്? അല്ലദീന യളുന്നൂന അന്നഹും മുലാഖുല്ല എന്ന് വെച്ചാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന്. അപ്പം അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവർ പറഞ്ഞു, കം എത്ര, മിംഫിയത്തിൻ എത്ര സംഘങ്ങളിൽ നിന്നും, കലീലത്തിൻ കുറഞ്ഞ എത്രയോ സംഘങ്ങൾ, ഗലബത് ജയിച്ചിരിക്കുന്നു, ഫിഅതൻ കസീറ വലിയ സംഘത്തെ, എത്ര ചെറിയ സംഘങ്ങൾ വലിയ സംഘത്തെ നേരിട്ട് ജയിച്ചിരിക്കുന്നു. ബി ഇദ്നില്ല എങ്ങനെയാണ് ജയിച്ചത്? അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ കാരുണ്യമുണ്ടെങ്കിൽ ചെറിയ സംഘമായാലും കുഴപ്പമില്ല, വലിയ സമൂഹത്തെ എത്രയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു മഅസ്സാബിരീൻ അള്ളാഹു ആരുടെ കൂടെയുണ്ട്? ക്ഷമിക്കുന്നവരുടെ കൂടെയുണ്ട് എന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഉറച്ച വിശ്വാസമുള്ള ആളുകൾ ഇവരോട് പറയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഖുർആനിൽ അധികം ചരിത്രം വിശദീകരിച്ചിട്ടൊന്നും പറയണില്ല. അപ്പോൾ ഇത് ബൈബിളിൽ നിന്ന് നമുക്ക് ഇത് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ, ഈ ജാലൂത്ത് എന്ന് പറയുന്നത് വലിയൊരാളാണ്. ജാലൂത്തിന് അറബിയിലാണ് ഈ ജാലൂത്ത് എന്നുള്ള പേര്. ഗോലിയാത്ത് എന്നാണ് മലയാളീകരിച്ച് പറയുമ്പോൾ. അതിപ്പോൾ പല പേരുകളില്ലേ. ഇപ്പോൾ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ബൈബിളിൽ പറയുന്നത് എബ്രഹാം എന്നാണ്. യൂസഫ് നബീനെ ജോസഫ് എന്ന് പറയണ മാതിരി അങ്ങനെയാണ് പേരുകളിലുള്ള വ്യത്യാസം. അപ്പോൾ അറബി ഉച്ചാരണം വെച്ചിട്ടാണ് ജാലൂത്ത് എന്ന് പറയണത്. അപ്പോൾ ഈ ജാലൂത്തിൻ്റെ വേറൊരു പേരാണ് ഗോലിയാത്ത്. ഈ ഗോലിയാത്തിനെ കുറിച്ചിട്ട് ബൈബിളിൽ പറയണത്, ഇയാളൊരു 9 അടി പൊക്കമുള്ള, കഴുത്ത് നീണ്ട
ഒരാളാണ് ഇയാളെന്നാണ് പറയണത്. ഇയാൾ പടച്ചട്ടയൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കാലുമ്മലും മേത്തും തലയിലും ഒക്കെ ഈ പടച്ചട്ടയും അതിൻ്റെ യുദ്ധത്തിനുള്ള എല്ലാ സാമഗ്രികളൊക്കെ അണിഞ്ഞ് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരാളാണ് ഈ ജാലൂത്ത്. അപ്പോൾ ഈ ജാലൂത്ത് ഇങ്ങനെ വിളിച്ചു പറയാണ്, ഞാൻ ഒരു ഫലസ്തീനാണ്, അല്ലെ അമാലിക്കുകളാണ്, അല്ലെ അമാലിക്കുകൾ പറയണതാണ് ഫലസ്തീർ. ഞാൻ ഫലസ്തീനാണ്, നിങ്ങൾ ആരാണ്? ഇസ്രായേലരാണ്, ബനു ഇസ്രായേലരാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് വായോ, എന്നിട്ട് അംഗം വെട്ടി എന്നെ കൊല്ല് അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്ക്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമയാകാമെന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടപ്പോൾ ഈ ത്വാലൂത്ത് രാജാവും സംഘങ്ങളും ഒക്കെ ആകെ പേടിച്ചു. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു 17 വയസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതാണ് ദാവൂദ്. നമ്മളുടെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമാണ്. പക്ഷെ ആ സമയത്ത് പ്രവാചകത്വം കിട്ടിയിട്ടില്ല, കുട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ബൈബിളിൽ പറയണത് ഇങ്ങനെയാണ്. യഹൂദ്യയിലെ ബദ്ലഹേമിലെ ഒരാളാണ് ഈശായി എന്ന് പറഞ്ഞ ആളുടെ മകനാണ് ഈ ദാവൂദ്. ഈശായുടെ മൂത്ത 3 കുട്ടികൾ യുദ്ധത്തിന് പോകുന്നുണ്ട്, മൂത്ത 3 മക്കൾ. ഇത് ദാവൂദ് ഏറ്റവും ചെറുതാണ്. അപ്പോൾ ചെറിയ ആളായ കാരണം ആടിനെ മേയ്ക്കാനായിട്ട് ഇവർ വിട്ടേക്കായിരുന്നു. അപ്പോൾ ഈ ജ്യേഷ്ഠന്മാരുടെ ഇവരൊക്കെ അറിയാനും അവർക്ക് ചില സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും വാപ്പ ഈ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ ഇവർക്ക് അയച്ചതാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് ഈ ജാലൂത്ത് രാജാവിൻ്റെ ഈ വാക്ക് കേൾക്കണത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയായിട്ട് വന്ന് നേരിടാൻ പറയണ വാക്കുകൾ കേൾക്കണത് ആ സമയത്താണ്. അപ്പോൾ ഈ ദാവൂദ് നബി അലൈഹി സ്വലാം അന്വേഷിച്ചു, ഇയാളെ കൊന്നാൽ എന്ത് കിട്ടും എന്ന് അന്വേഷിച്ചു. നമ്മുടെ ത്വാലൂത്ത് രാജാവുണ്ടല്ലോ, ഈ ഇസ്രായേലിയുടെ നേതാവായ ത്വാലൂത്ത് രാജാവ് അപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി, ആരെങ്കിലും ഇയാളെ കൊന്നാൽ, ഈ ജാലൂത്തിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ സമ്പന്നനാക്കും, തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാം ഈ കാര്യം ജനങ്ങളിൽ നിന്നും അറിഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇയാളെ നേരിട്ടോളാം, ജാലൂത്തിനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിവരം ത്വാലൂത്ത് രാജാവ് അറിഞ്ഞിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ വിളിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ആടുകളെ പിടിക്കാൻ വന്ന സിംഹത്തിനെയും കരടീനെയൊക്കെ ഞാൻ ഒറ്റക്ക് അടിച്ചു വീഴ്ത്തുന്ന ആളാണ്, എനിക്ക് പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ത്വാലൂത്ത് രാജാവ് വാളും അങ്കിയും ഒക്കെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് കൊടുത്തു. പക്ഷേ ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഈ വാളോ ഈ ബാക്കി യുദ്ധത്തിൻ്റെ ആയുധങ്ങളൊന്നും ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അതൊക്കെ അവിടെ അഴിച്ചു വെച്ചു. മൂപ്പരാൾ ഒരു വടി എടുത്തു, എന്നിട്ട് കുറച്ച് കല്ലും പറക്കിയിട്ട് പോക്കറ്റിലിട്ടിട്ട് പോയി. ഈ വടി വെച്ചിട്ട് കവണ ഉണ്ടാക്കി, അതും കൊണ്ടാണ് പോണത്. അപ്പോൾ ജാലൂത്ത് ഈ ദാവൂദിനെ കണ്ടപ്പോൾ കളിയാക്കി, ഈ ചെറിയ പയ്യനാണോ എൻ്റെ അടുത്ത് വരുന്നത്, അതും ഒരു വടിയും കുറച്ച് കല്ലും കൊണ്ട് വരാൻ ഞാൻ ആരാണ്, ഞാൻ നായയാണോ എന്നൊക്കെ ചോദിച്ച് നിന്ദിച്ചു. ദാവൂദ് എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി കറക്റ്റ് നെറുകയിൽ കൊണ്ടു. അതോടുകൂടി ജാലൂത്ത് വീണു. ആ വീണ വഴിക്ക് ജാലൂത്തിൻ്റെ തന്നെ വാള് പോയി എടുത്ത് ജാലൂത്തിനെ വെട്ടിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ജാലൂത്തിനെ കൊന്നു. അതോടുകൂടി ആളുകളെല്ലാം കൂടി ദാവൂദ് അലൈഹി ഇസ്ലാമിനെ എടുത്തു പൊക്കി വിളിച്ചു എന്നാണ് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അങ്ങനെ ഈ ദാവൂദ് അലൈഹി ഇസ്ലാമിന് ത്വാലൂത്ത് രാജാവിൻ്റെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ പ്രവാചകത്വം കിട്ടിയതൊക്കെ അതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെയാണ് ചരിത്രത്തിൽ നിന്നും ഇത് മനസ്സിലാവണത്. അപ്പോൾ അടുത്ത ആയത്തിലോട്ട് നമുക്ക് പോവാം. വലമ്മ ബറസു, അങ്ങനെ അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജാലൂത്തിനോട് വജുനൂദി, അവൻ്റെ സൈന്യത്തോടും ഖാലു, അവര് പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രിഖ് അലൈന, ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണമേ, സൊബ്രൻ, ക്ഷമ ചൊരിഞ്ഞു തരണമേ, വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ, വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, അവിശ്വാസികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇത് നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലേ. റബ്ബന അഫ്രി അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. നമ്മൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയും കൂടിയാണിത്. അപ്പോൾ ഈ ആളുകൾ, ഈ സൈന്യത്തിൽ വളരെ കുറച്ച് ആളുകളുള്ളൂ. ജാലൂത്തിനെ കണ്ട് പേടിച്ചിട്ടാണ് ഇവർ നിൽക്കണത്. അപ്പോൾ ഇവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ക്ഷമ തരണേ. എന്താണ് ക്ഷമ തരണേ എന്ന് പറയുന്നത്? യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അല്ലെ. യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുന്നത് വൻപാപങ്ങളിൽ ഒരു കാര്യമാണ്. 7 വൻപാപങ്ങളുണ്ട്. അതിലെ ഒരു കാര്യമാണ് യുദ്ധക്കളത്തിൽ നിന്നും തിരിഞ്ഞോടുക. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാണ്ട് ഞങ്ങൾക്ക് ക്ഷമിച്ച് ഇവിടെ ഉറച്ചു നിൽക്കാനായിട്ട് ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു തരണേ എന്ന് ഇവർ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട്. ഈ അവിശ്വാസികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു. ഫഹസമൂഹും, അങ്ങനെ അവർ അവരെ പരാജയപ്പെടുത്തി. ബി ഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. ഖുർആനിൽ ആകെ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ചരിത്രത്തിനെ കുറിച്ചൊന്നും ഖുർആനിൽ പറയണില്ല. ഖുർആനിൽ പറയുന്നതാ വഖത്തല ദാവൂദു ജാലൂത്ത. 3 വാക്കുകളേ ഉള്ളൂ. ഖത്തല കൊന്നു, ദാവൂദ് അലൈഹി സ്വലാം കൊന്നു. ആരെ? ജാലൂത്തിനെ കൊന്നു എന്ന് മാത്രമേ പറയണുള്ളൂ. ആതാഹുല്ലാഹുൽ മുൽക്ക്, അങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അദ്ദേഹത്തിന്, ദാവൂദ് അലൈഹി സ്വലാമിന് രാജ്യത്വം നൽകി. മുൽക്ക് എന്ന് വെച്ചാൽ അധികാരം അല്ലെ. ഈ ത്വാലൂത്ത് രാജാവിൻ്റെ
മകളെ കല്യാണം കഴിച്ചപ്പോൾ പിന്നീടുള്ള രാജാധികാരം ദാവൂദ് നബി അലൈഹി സ്വലാമിന് കിട്ടി. വൽ ഹിക്മത്ത് എന്ന് വെച്ചാൽ വിജ്ഞാനവും നൽകി. അല്ലമഹു മിമ്മ യശാഉ അദ്ദേഹത്തിന് അള്ളാഹു ഉദ്ദേശിച്ചതൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ദാവൂദ് നബിക്ക് പക്ഷികളുടെ സംസാരം അറിയായിരുന്നു. ഇരുമ്പിനെ അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇരുമ്പ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഈ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്താണ്. ഈ ഇരുമ്പ് അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാവ് കുഴക്കണ പോലെ കുഴക്കാനുള്ളൊരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഴച്ചിട്ട് ഇഷ്ടമുള്ള രൂപം ഉണ്ടാക്കുക, അങ്ങനെ പടയങ്കി ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ അള്ളാഹു ദാവൂദ് നബി അലൈഹി സ്വലാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയണത് അല്ലമഹൂന്ന്. അദ്ദേഹത്തെ പഠിപ്പിച്ചു, പല കാര്യങ്ങളും പഠിപ്പിച്ചു, രാജ്യത്വം നൽകി, വൽ ഹിക്മത്ത വിജ്ഞാനവും നൽകി, പല കാര്യങ്ങളിലും വിജ്ഞാനവും നൽകി. അപ്പോൾ പക്ഷികളോട് സംസാരിക്കാനുള്ള കഴിവും ഈ ഇരുമ്പിനെ അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ രാജാധികാരം നൽകിയ ആദ്യത്തെ, അതായത് രാജാവായ ആദ്യത്തെ പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. പിന്നീട് അദ്ദേഹത്തിന്റെ മകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. അല്ലെ, സുലൈമാൻ നബി അലൈഹി സ്വലാമും രാജാവായിരുന്നു. പിന്നെ ദാവൂദ് നബീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ട് കിട്ടണ വരുമാനത്തിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കണ ഒരാളായിരുന്നു എന്നാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പ്രവാചകനായതിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയണ ഈ മുഅ്ജിസത്തുകളൊക്കെ കിട്ടിയത്. ഈ ജാലൂത്തിനെ കൊല്ലണ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു, 17 വയസ്സുണ്ടായിരുന്നുള്ളൂ. ആടുകളെയൊക്കെ മേയിച്ച് നടക്കുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അള്ളാഹു ഈ ആയത്തിൽ പറയണം എന്താ വെച്ചാൽ, ചില ആളുകളെ കൊണ്ട് തടുത്തില്ലായിരുന്നെങ്കിൽ, അതായത് വളരെ മോശപ്പെട്ട ആളുകൾ വരുമ്പോൾ, ഭരണാധികാരി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ക്രൂരന്മാർ വരുമ്പോൾ അവരെ തടുക്കാനായിട്ട് അള്ളാഹു വേറൊരു വിഭാഗത്തെ അല്ലെങ്കിൽ വേറൊരാളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലരെ അള്ളാഹു നിയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഭൂമി തന്നെ നാശത്തിലായി പോയാനേന്നാണ് പറയണത്. നമുക്ക് നോക്കാം. വലൗലാ ദഫ്ഉല്ലാഹി അള്ളാഹുവിൻ്റെ തടവില്ലായിരുന്നുവെങ്കിൽ നാസ മനുഷ്യരെ ബഅ്ലുഹും ബിബഅ്ലിൻ ചിലരെ കൊണ്ട് ചിലരെ അള്ളാഹു തടുത്തില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർളു ഭൂമി കുഴപ്പത്തിലാകുമായിരുന്നു. വലാകിന്നല്ലാഹ പക്ഷേ അള്ളാഹു ദൂ ഫദ്ലിൻ ദയയുള്ളവനാണ്, അലൽ ആലമീൻ ലോകരുടെ മേൽ ദയയുള്ളവനാണ്. അപ്പം അള്ളാഹു ഏതൊരു ക്രൂരനായ അല്ലെങ്കിൽ ധിക്കാരിയായ ആൾ വരുമ്പോഴും അവർക്കെതിരെ അള്ളാഹു വേറൊരു ആളെ നിയോഗിക്കും എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പം അള്ളാഹു ഇവിടെ അത് തന്നെയാണ് പറഞ്ഞു തരുന്നതും. ഇനി അള്ളാഹു പറഞ്ഞത് തിൽക്ക ആയാത്തുള്ള, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത്? ഇതൊക്കെ പ്രവാചകൻ എങ്ങനെയാണ് ഈ കഥകളൊക്കെ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ അറിയണേ? പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളൊന്നും അല്ല അല്ലേ. അപ്പം അള്ളാഹു പറയാണ് പ്രവാചകന് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ല. അപ്പം ഇതൊക്കെ അള്ളാഹു പ്രവാചകന് പറഞ്ഞു കൊടുക്കണം യഥാർത്ഥ പ്രകാരം, പലതരത്തിലും പല സ്ഥലത്തൊന്നും കേൾക്കാതെ ഒന്നല്ല, സത്യപ്രകാരത്തിൽ അള്ളാഹു തന്നെ വിവരിച്ചു തരാണെന്നാണ് പറയണത്. തിൽക്ക ആയാത്തുള്ള, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. നത്ലൂഹ അവയെ നാം ഓതിത്തരുന്നു, അലൈക്ക നിന്റെ മേൽ. ആരാണ് ഈ അലൈക്ക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബിൽ ഹഖ് യഥാർത്ഥ പ്രകാരം ഞാനിത് ഓതിത്തരുന്നു. വ ഇന്നക നിശ്ചയമായും നീയും ലമിനൽ മുർസലീൻ മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ്. ഈ പ്രവാചകന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ യഥാർത്ഥ പ്രകാരം ഞാൻ നിനക്ക് പറഞ്ഞു തരികയാണ്, താങ്കളും ഒരു മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ് എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇതോടുകൂടി ഈ സംഭവം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ 2 ജുസുകൾ തീർന്നു, അൽഹംദുലില്ലാ. അടുത്തത് 3ാമത്തെ ജുസ് തുടങ്ങാണ്. അടുത്ത ഇൻഷാ അല്ലാ അടുത്തൊരു ഓഡിയോയിൽ കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.